ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ലഹരിക്ക് അടിമപ്പെടുന്നവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനും മഹല്ല് കമ്മിറ്റികൾ പദ്ധതികൾ രൂപപ്പെടുത്തി രംഗത്തിറങ്ങാൻ പാലക്കാട് ചേർന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ആഹ്വാനം ചെയ്തു. സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും ജനിപ്പിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കാനും യോഗം തീരുമാനിച്ചു. എൻ ഷംസുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി വലിയ തോതിലുള്ള ആക്രമണോത്സുകത നമ്മുടെ കുട്ടികളിൽ വളർന്നു വരികയാണ്. അത് നമ്മുടെ കൗമാരക്കാർ, ബാല്യകാലം, യുവത്വം. ഇപ്പം ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും ആണ് ഈ സംസ്ഥാനത്ത് ഓരോ വർഷവും വിതരണം ചെയ്യുന്നത്. അതാവട്ടെ 10 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് അതിൻ്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്നത്. സ്കൂളുകൾ പോലും ഇതിൽ നിന്ന് വിമുക്തമല്ല. അപ്പം അതിനുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ വളരെ ദുർബലമാണ്, വേണ്ടത്ര എഫക്റ്റീവല്ല. ഇപ്പോൾ വലിയ ബഹളങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പിടിച്ച MDMA-യുടെ അളവ് അതൊക്കെ എല്ലാ മാസവും ഇവിടെ ഉണ്ടല്ലോ. ഈ ഒരു മാസം സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് വന്നപ്പോൾ എക്സൈസും പോലീസും ഒക്കെ ഒന്ന് ജാഗ്രത പുലർത്തിയപ്പോൾ പിടിച്ച അളവ് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും ഹെറോയിനും ഒക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പിടിക്കപ്പെട്ടത്. സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ നീങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പഴയ നമ്മളൊക്കെ കുട്ടികളായിരുന്ന ഒരു കാലമല്ല. ഇന്നത്തെ കുട്ടികളുടെ ചിന്താഗതിയും അവരുടെ കാഴ്ചപ്പാടും അവരുടെ മനോഭാവവും ഒക്കെ വ്യത്യസ്തമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷനായി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച ഹബീബ് ഫൈസി, മുഹമ്മദ് അലി അൻസാരി, റഷീദ് ചതുരാല, ഹഫീസ് ഉമർ ഗത്താബ്, ഫാറൂഖ് കളത്തിൽ, ഹസൻ മുഹമ്മദ് ഹാജി, എ ജബ്ബാർ അലി, എ സുലൈമാൻ, എം ഹമീദ്, കളത്തിൽ അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു.